സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ അന്വേഷിക്കുന്ന മേഖല ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓരോരുത്തർക്കും ഓരോ കഴിവും സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്ന കഴിവ് ഉപയോഗിച്ചായിരിക്കും ചിലരുടെ കരിയർ തിരഞ്ഞെടുക്കുക. അപ്പോൾ ചിലർക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കും, ചിലർക്ക് ഓരോ കൺസെപ്റ്റ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ചിലർക്ക് വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ചില കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പല മേഖലകളിലായിരിക്കും ഓരോരുത്തർക്കും ഓരോ കഴിവ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കഴിവ് ഉപയോഗിച്ച് നമ്മുടെ കരിയർ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലി സാധ്യത ആ ഒരു മേഖലയിൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടേതായ ക്രിയേറ്റീവ് ഫീൽഡിനെ നമുക്കൊന്ന് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു മേഖലയാണ് ഡിസൈനിങ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റീവായിട്ടുള്ള ആർട്സ്, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള റീൽസ്, പല വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇത് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെയൊക്കെ പല ചിന്തകളും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാറുണ്ട്. നമ്മുടേതായ കഴിവിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ ഇൻസ്റ്റഗ്രാംസിലൊക്കെ റീൽസ് ആർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് അത് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ ഇടുന്ന വീഡിയോസ്, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ഡിസൈനിങ് മേഖലയിൽ തന്നെ പല സെക്ഷൻസ് ഉണ്ട്. ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, വെബ്സൈറ്റ് ഡിസൈനിങ് ഉണ്ട്. നമുക്ക് ഏതിലാണോ കഴിവ് അതനുസരിച്ച് നമുക്ക് നമ്മുടേതായ ഒരു മേഖല നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഒരു പക്ഷേ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന മേഖലകളുണ്ട്. ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിനകത്ത് ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ ഓരോ കമ്പനികളുടെയൊക്കെ വർക്ക് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പഠിച്ച് നമുക്ക്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇന്ന ഒരു ക്വാളിഫിക്കേഷൻ വേണം എന്ന് നിർബന്ധമായിട്ടൊന്നുമില്ല. നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽഡിൽ നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ തന്നെ നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടേതായ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖല. ഒരു പക്ഷേ ഫോട്ടോഷോപ്പ് മാത്രം ഉപയോഗിച്ച് ഫോട്ടോ റീടച്ചിങ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ കൂടുതൽ ഡിസൈനിങ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഫോട്ടോഷോപ്പ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വെക്ടർ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഇല്ലുസ്ട്രേറ്റർ. അപ്പോൾ ഇല്ലുസ്ട്രേറ്റർ മാത്രം ഉപയോഗിച്ച് ഒരു പക്ഷേ ഫാഷൻ ഡിസൈനിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നന്നായിട്ട് വരയ്ക്കുന്നവരെ സംബന്ധിച്ച് കൂടുതൽ ഇല്ലുസ്ട്രേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം പ്രോഗ്രാമിങ്ങിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അഡോബ് XD എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഡിസൈനിങ്ങിൽ നമുക്കൊരു നല്ല കരിയർ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ പല കാറ്റഗറിയിലേക്ക് നമുക്ക് തിരിയാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. 3-4 സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഇതിപ്പോൾ എല്ലാം വേണമെന്നൊന്നുമില്ല, നമ്മൾ ഏത് മേഖലയാണോ തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് പഠിക്കാവുന്നതാണ്. ഡിസൈനിങ്ങിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 4 സോഫ്റ്റ്വെയറാണ് ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ, കോറൽ ഡ്രോ. വെബ്സൈറ്റ് ഡിസൈനിങ് മേഖലയിലാണെങ്കിൽ അഡോബ് XD, ഫിഗ്മ പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ വെക്ടർ ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. പക്ഷേ വെബ്സൈറ്റ് ഡിസൈനിങ് നമുക്ക് ഇല്ലുസ്ട്രേറ്റർ അറിയാവുന്നവർക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അഡോബ് XDയിലാണ് കൂടുതൽ കുറച്ച് നമ്മൾ കൊടുക്കുന്ന കൺസെപ്റ്റിനെ ഒരു ആനിമേറ്റഡ് രൂപത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ കാണുന്നത്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് കാണുന്നത് എന്നൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അഡോബ് XD, ഫിഗ്മ പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ കുറച്ച് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ട് അറിയാവുന്നവരാണെങ്കിൽ ഫിഗ്മയും XDയും അറിയാവുന്നവരെ സംബന്ധിച്ച് വെബ്സൈറ്റ് ഡിസൈനിങ് ഫീൽഡിലേക്ക് നമുക്ക് തിരിയാം. അപ്പോൾ ഫോട്ടോഷോപ്പ് മാത്രം ഉപയോഗിച്ച് തന്നെ വർക്ക് ചെയ്ത് നല്ല കാശ് സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. അഡോബ് ഇല്ലുസ്ട്രേറ്റർ മാത്രം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സോഫ്റ്റ്വെയറിനെ പറ്റിയും കൂടുതൽ നമ്മൾ മുമ്പ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ മേഖല തിരഞ്ഞെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെയേറെ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഈ ഡിസൈനിങ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഏതിലാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ തിരയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ അഡോബ് XD, ഇല്ലുസ്ട്രേറ്റർ, ഫിഗ്മ പോലുള്ള സോഫ്റ്റ്വെയർ, അതായത് ഡിസൈനിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് HTML CSS ആണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് UI UX ഡിസൈനിങ് രംഗത്തൊക്കെ കൂടുതൽ ജോലി, അതായത് നല്ല സാലറി നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
കൂടുതൽ ഫോട്ടോ റീടച്ചിങ്, ഫോട്ടോ എഡിറ്റിംഗ്, അല്ലെങ്കിൽ ആൽബം ഡിസൈനിങ് പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ, അല്ലെങ്കിൽ ആൽബം ഡിസൈനിങ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പ് മാത്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏതിലാണ് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അതിനകത്ത് കൂടുതലുള്ള അറിവാണ് ഒരുപക്ഷെ നമ്മുടെ മുന്നോട്ടുള്ള കരിയറിൽ നമ്മുടെ സാലറി അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആ സോഫ്റ്റ്വെയറിനകത്ത് കൂടുതൽ അറിവ് നേടുക, അതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യുക, അതിനകത്ത് എന്ത് വർക്ക് കിട്ടിയാലും നിങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവ് കൂടുതലായിട്ട് വളർത്തിയെടുക്കുക. അതായത് ഇനി മുന്നോട്ടാണെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇനിയുള്ള കാര്യങ്ങളെല്ലാം മാർക്കറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ നോട്ടീസ് പ്രിൻ്റ് എടുത്തൊക്കെ കൂടുതൽ അതൊക്കെ വളരെയധികം കുറഞ്ഞു. ഇനി എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇപ്പോൾ നമുക്കൊരു ഏരിയ തിരിച്ച് നമ്മുടെ ഫേസ്ബുക്കിൽ റീച്ച് ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഷോപ്പ് തുടങ്ങിയാൽ തന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് ഫുള്ള് നമ്മൾ ഓൺലൈൻ വഴിയാണ്. അതുകൊണ്ട് എല്ലാം ഇനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ജോലി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയെപ്പറ്റി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ഫീൽഡിലേക്ക് നമുക്ക് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല, അതായത് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ, നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇരുന്നായാലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മേഖല തന്നെയാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിസൈനിങ് മേഖലയിൽ തന്നെ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കരിയറിലോ നിങ്ങൾ ചൂസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നല്ലതായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. കൂടുതലും ബിഗിനേഴ്സിനെ സംബന്ധിച്ചാണ് കേട്ടോ ഈ വീഡിയോ പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് കൂടുതലായിട്ട് അതിനെപ്പറ്റി ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലി എങ്ങനെ നേടാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളെ പറ്റിയും മുമ്പ് വീഡിയോ, അതിനകത്തൊക്കെ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. അത് ഉപയോഗിച്ച് ഒരുപാട് ജോലി ആൾക്കാർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റിൽ ഇടുക, നമുക്കത് പരിഹരിക്കാവുന്നതാണ്. അപ്പം കൂടുതലും ഇതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇനിയും ഈ ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതിനും ഇനിയും ജോലി അന്വേഷിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ചാനലും ഈ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. തുടർന്ന് ഇനി വീഡിയോസ് കാണാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.